പോലീസ് ആസ്ഥാനത്ത് ഡിജിപി സെൻകുമാറിന്റെ പ്രതികാര നടപടി. താൽപര്യമില്ലാത്ത ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുന്നു. കീഴ്വഴക്കം ലംഘിച്ച് ഡിജിപി നേരിട്ടാണ് ഉത്തരവിൽ ഒപ്പിടുന്നത്. രഹസ്യ സ്വഭാവമുള്ള ഉത്തരവുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥയെ 2 തവണ സ്ഥലം മാറ്റി. മാനദണ്ഡങ്ങൾ പാലിക്കാതെ തസ്തിക മാറ്റിയെന്നാരോപിച്ച് ജീവനക്കാരി ബീന ആഭ്യന്തര സെക്രട്ടറിക്ക് പരാതി നൽകി. താൽപര്യമില്ലാത്ത ഉദ്യോഗസ്ഥരെ തുരുതുരാ സ്ഥലം മാറ്റിയാണ് ഡിജിപി സെൻകുമാറിന്റെ പ്രതികാര നടപടി. അതീവ രഹസ്യ സ്വഭാവമുള്ള ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന ടി വിഭാഗത്തിന്റെ മേധാവി കുമാരി ബീനയെ ഇന്നലെ മാത്രം 2 തവണ സ്ഥലം മാറ്റി. പുറ്റിങ്ങൽ ജിഷ കേസുകളിലെ അന്വേഷണ ഫയലുകൾ വിവരാവകാശ പ്രകാരം ചിലർ ആവശ്യപ്പെട്ടിരുന്നു. സെൻകുമാറിന് വേണ്ടിയായിരുന്നു ഫയലുകൾ ആവശ്യപ്പെട്ടതെന്നാണ് സൂചന. ടി സെക്ഷനിലെ ഫയലുകൾ വിവരാവകാശ പ്രകാരം നൽകാനാകില്ല. ഫയലുകൾ നൽകില്ലെന്ന ഉറച്ച നിലപാട് ബീന സ്വീകരിച്ചതാണ് പ്രതികാര നടപടിക്ക് കാരണം. ബന്ധപ്പെട്ട സെക്ഷനുകൾ അറിയാതെ ഡിജിപി നേരിട്ടാണ് സ്ഥലം മാറ്റ ഉത്തരവിൽ ഒപ്പുവെച്ചത്. ആദ്യം അപ്രധാനമായ യു ബ്രാഞ്ചിലേക്കും പിന്നീട് SAPയിലേക്കുമാണ് കുമാരി ബീനയെ മാറ്റിയത്. പോലീസ് ആസ്ഥാനത്ത് 10 മാസം മാത്രമാണ് ബീന ജോലി ചെയ്തത്. 3 വർഷമാകാതെ സ്ഥലം മാറ്റരുതെന്നാണ് ചട്ടം. ബീനയ്ക്ക് പകരം സെൻകുമാറിന്റെ വിശ്വസ്തനായ സുരേഷ് ജി കൃഷ്ണനെ നിയമിച്ചു. പോലീസ് ആസ്ഥാനത്ത് ഫയൽ അനധികൃതമായി പകർപ്പെടുത്തതിന് മുൻ DGP സ്ഥലം മാറ്റിയ ഉദ്യോഗസ്ഥനാണ് സുരേഷ് ജി കൃഷ്ണ. നിയമന ഉത്തരവുകൾ ഭരണവിഭാഗം ADGPയോ അഡീഷണൽ IGയോ അറിഞ്ഞിട്ടില്ല. ചട്ടപ്രകാരം സ്ഥലം മാറ്റ ഉത്തരവിൽ ഒപ്പുവെക്കേണ്ടത് ഹെഡ്ക്വാർട്ടേഴ്സ് ADGPയാണ്. പോലീസ് ആസ്ഥാനത്തെ 2 സീനിയർ IPS ഉദ്യോഗസ്ഥരുടെ വാഹനം പിൻവലിക്കാനും നീക്കം നടക്കുന്നതാണ് വിവരം. അതേസമയം ചട്ടം ലംഘിച്ചുള്ള കൂട്ട സ്ഥലമാറ്റത്തിൽ പോലീസ് ആസ്ഥാനത്ത് ജീവനക്കാർ കടുത്ത പ്രതിഷേധത്തിലാണ്. MR സജേഷ്, തിരുവനന്തപുരം. DGPയായി സ്ഥാനമേറ്റെടുത്ത ശേഷം സെൻകുമാർ നടത്തിയ സ്ഥലം മാറ്റത്തിനെതിരെ ടി ബ്രാഞ്ച് സീനിയർ സൂപ്രണ്ട് ബീനാകുമാരി പരാതി നൽകി. ചീഫ് സെക്രട്ടറിക്കും ആഭ്യന്തര സെക്രട്ടറിക്കുമാണ് പരാതി നൽകിയത്. ചട്ടവും കീഴ്വഴക്കവും ലംഘിച്ചെന്ന് കാട്ടിയാണ് പരാതി. ഒരു ദിവസം 2 തവണ ബീനാകുമാരിയെ സ്ഥലം മാറ്റിയിരുന്നു. പോലീസ് ആസ്ഥാനത്തെ ജീവനക്കാരും കൂട്ടസ്ഥലം മാറ്റത്തിൽ പ്രതിഷേധത്തിലാണ്. ചാരവൃത്തി ആരോപിച്ച് കുൽഭൂഷൺ യാദവിന് പാകിസ്ഥാൻ വിധിച്ച വധശിക്ഷ രാജ്യാന്തര കോടതി സ്റ്റേ ചെയ്തു. ജാദവിന് വധശിക്ഷ വിധിച്ചതിലൂടെ വിയന്ന കൺവെൻഷൻ ഉടമ്പടി പാകിസ്ഥാൻ ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യ നൽകിയ ഹർജിയിലാണ് സ്റ്റേ. എന്നാൽ രാജ്യാന്തര കോടതി അധികാരപരിധി ലംഘിച്ചുവെന്ന് പാകിസ്ഥാൻ കുറ്റപ്പെടുത്തി. തിങ്കളാഴ്ച വീണ്ടും കേസ് വാദത്തിനെടുക്കുമ്പോൾ സ്റ്റേക്കെതിരെ വാദിക്കുമെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി സന്തോഷ് ദില്ലിയിൽ നിന്നും ചേരുന്നു. നയതന്ത്ര നീക്കങ്ങൾക്കൊടുവിലാണ് പാകിസ്ഥാനുമേൽ വൻ സമ്മർദ്ദം നൽകി അന്താരാഷ്ട്ര കോടതിയിൽ നിന്നും ഇന്ത്യ അനുകൂല വിധി സമ്പാദിച്ചത്. ചാരവൃത്തി ആരോപിച്ച് കൽഭൂഷൺ ജാദവിനെതിരെ പാകിസ്ഥാൻ വിധിച്ച വധശിക്ഷ ഹേഗിലെ രാജ്യാന്തര കോടതി സ്റ്റേ ചെയ്തു. വിയന്ന കൺവെൻഷൻ ഉടമ്പടി ലംഘിച്ചാണ് പാകിസ്ഥാൻ കൽഭൂഷന്റെ വിചാരണ നടത്തിയെന്ന ഇന്ത്യയുടെ ആരോപണം രാജ്യാന്തര കോടതി അംഗീകരിച്ചാണ് സ്റ്റേ. ഇന്ത്യക്ക് വേണ്ടി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെ വാദിച്ചു. രാജ്യാന്തര കോടതിയുടെ സ്റ്റേക്കെതിരെ പാകിസ്ഥാൻ രംഗത്തെത്തി. അധികാര പരിധി ലംഘിച്ചാണ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചതെന്ന് പാകിസ്ഥാൻ കുറ്റപ്പെടുത്തുന്നു. കേസ് വീണ്ടും തിങ്കളാഴ്ച പരിഗണിക്കും. അന്ന് കോടതിക്ക് മുമ്പിൽ വധശിക്ഷയെ ന്യായീകരിക്കാനാണ് പാകിസ്ഥാന്റെ തീരുമാനം. എന്നാൽ എന്ത് വില കൊടുത്തും വധശിക്ഷ തടയുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് ദില്ലിയിൽ അറിയിച്ചു. വിധിയെ സ്വാഗതം ചെയ്യുന്നു. പാകിസ്ഥാൻ രാജ്യാന്തര ഉടമ്പടികൾ മുഴുവൻ ലംഘിച്ചതായി വിദേശകാര്യ വക്താവ് ചൂണ്ടിക്കാട്ടി. കൽഭൂഷന്റെ നിലവിലെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് പാകിസ്ഥാൻ വെളിപ്പെടുത്തുന്നില്ല. 16 തവണ ഇന്ത്യയുടെ ഹർജി തള്ളിയ പാകിസ്ഥാൻ ജാദവിന്റെ മാതാവ് നൽകിയ ഹർജിയിൽ എന്ത് തീരുമാനമെടുത്തുവെന്ന് അറിയിക്കുന്നില്ലെന്നും വിദേശകാര്യ വകുപ്പ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാനത്ത് 377 ഹെക്ടർ ഭൂമി കയ്യേറ്റക്കാരുടെ കൈവശമെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. ഏറ്റവും കൂടുതൽ കയ്യേറ്റം നടന്നത് ഇടുക്കി ജില്ലയിലെ KDH വില്ലേജിലാണ്. സ്പിരിറ്റിൻ ജീസസ് മേധാവി സക്കറിയ വെള്ളുക്കുന്നേലും സിറിൽ P ജേക്കബുമാണ് കൂടുതൽ ഭൂമി കയ്യേറിയ വ്യക്തികളെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കയ്യേറ്റം നടന്നത് ഇടുക്കി ജില്ലയിലാണ്. 110 ഹെക്ടർ ഭൂമി. വയനാട്ടിൽ 81, തിരുവനന്തപുരത്ത് 74, എറണാകുളത്ത് 31, കാസർഗോഡ് 22 ഹെക്ടറുമടക്കം ആകെ 377 ഹെക്ടർ ഭൂമിയാണ് സംസ്ഥാനത്ത് കയ്യേറിയിട്ടുള്ളതെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിയമസഭയെ രേഖാമൂലം അറിയിച്ചു. ഇടുക്കിയിലെ കണ്ണൻദേവൻ ഹിൽസ് വില്ലേജാണ് ഏറ്റവും കൂടുതൽ കയ്യേറ്റം നടത്തിയിട്ടുള്ളത്. കേരള ഭൂസംരക്ഷണ നിയമപ്രകാരം കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും മന്ത്രി PC ജോർജിന്റെ ചോദ്യത്തിന് മറുപടിയായി നിയമസഭയെ അറിയിച്ചു. ചിന്നക്കനാൽ വാഗമൺ വില്ലേജിലെ സ്പിരിറ്റിൻ ജീസസ് മേധാവി സക്രിയ വള്ളുക്കുന്നേൽ, തൃപ്പൂണിത്തറ ചോയ്സ് വില്ലേജിലെ സിറിൽ P ജേക്കബ് എന്നിവരാണ് ഏറ്റവും കൂടുതൽ ഭൂമി കയ്യേറിയ വ്യക്തികൾ. സംസ്ഥാന സർക്കാരിന്റെ കൈവശമുള്ള റവന്യൂ ഭൂമിയുടെ കണക്കും മന്ത്രി നിയമസഭയിൽ വെച്ചു. ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഭൂമി, 54,097 ഹെക്ടർ. തിരുവനന്തപുരത്ത് 11,047, വയനാട് 99,062 ഹെക്ടറും സർക്കാരിന്റെ പക്കലുണ്ട്.
അതേസമയം കാർഷിക വൃത്തിക്കായി പട്ടയം അനുവദിച്ച മിച്ചഭൂമി 20 വർഷത്തേക്ക് കൈമാറാൻ പാടില്ല എന്നുള്ളതാണ് വ്യവസ്ഥ. ഇതിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും റവന്യൂ മന്ത്രി നിയമസഭയെ രേഖാമൂലം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KM മാണി വിഷയത്തിൽ മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ വികാരത്തിനൊപ്പമാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി. മാണിയുടെ UDF പ്രവേശനം അടഞ്ഞ അധ്യായമാണോ എന്ന ചോദ്യത്തിന് ഒരു അധ്യായവും ഇപ്പോൾ തുറക്കേണ്ടെന്നാണ് ലീഗ് നിലപാടെന്നും ഭാവി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി ദില്ലിയിൽ പറഞ്ഞു. അത് ഒരധ്യായം ഇനിയിപ്പോൾ തുറക്കേണ്ട, ഭാവി കാര്യങ്ങളിലൊക്കെ ഭാവിയിൽ. ഇപ്പോൾ അത്രയേ ഉള്ളൂ. കോൺഗ്രസിൻ്റെ വികാരം മാനിച്ച് കോൺഗ്രസ് എടുത്ത നിലപാടിൽ ഞങ്ങൾ UDF ഘടകകക്ഷികളൊക്കെ അത് അപ്രീഷിയേറ്റ് ചെയ്തു, പിരിഞ്ഞു. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി അതിൻ്റെ യുക്തം പോലെ വരുന്ന ഘട്ടത്തിൽ. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ സംസ്ഥാനത്ത് മദ്യവിൽപ്പനയിൽ വൻ കുറവ്. ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലെ മദ്യശാലകൾ മാറ്റി സ്ഥാപിക്കണമെന്നുള്ള സുപ്രീം കോടതി വിധി നിലവിൽ വന്ന ശേഷമാണ് വിൽപ്പനയിൽ ഗണ്യമായ കുറവുണ്ടായിരിക്കുന്നത്. ഏപ്രിൽ മാസം കഴിഞ്ഞ വർഷത്തേക്കാൾ 106 കോടിയുടെ വിൽപ്പനയാണ് ഇടിഞ്ഞിരിക്കുന്നത്. ബിവറേജസ് കോർപ്പറേഷൻ പുറത്തുവിട്ട കണക്കുകളിലാണ് മദ്യവിൽപ്പനയിലെ കുറവ് വ്യക്തമാക്കുന്നത്. ഏപ്രിൽ മാസം കഴിഞ്ഞ വർഷത്തേക്കാൾ 106 കോടി രൂപയുടെ വിൽപ്പന കുറഞ്ഞു. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ 1078 കോടിയുടെ വിൽപ്പനയാണ് ബിവറേജസ് കോർപ്പറേഷൻ വഴി നടന്നത്. എന്നാൽ ഈ വർഷം ഏപ്രിലിൽ 972 കോടിയുടെ വിൽപ്പന മാത്രമാണ് ഉണ്ടായത്. വിദേശ മദ്യ വിൽപ്പനയിൽ 8% ഇടിവ് വന്നപ്പോൾ ബിയർ വിൽപ്പനയിൽ 50% കുറവ് വന്നത്. വൈൻ വിൽപ്പനയിലാവട്ടെ 44%ൻ്റെയും കുറവുണ്ടായി. 2016 ഏപ്രിലിൽ 3,11,38,000 ലിറ്റർ മദ്യമായിരുന്നു വിറ്റഴിഞ്ഞതെങ്കിൽ കഴിഞ്ഞ മാസം ഇത് 2,17,00,000 ലിറ്ററായി കുറഞ്ഞു. സുപ്രീം കോടതി ഉത്തരവ് വന്ന ശേഷം പൂട്ടിയതിൽ അധികവും ബിയർ, വൈൻ പാർലറുകളായിരുന്നു. ഇത് സർക്കാരിന്റെ നികുതി വരുമാനത്തിലും ഗണ്യമായ ഇടിവുണ്ടാക്കിയിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിൽ മാത്രം നികുതിയിൽ 10% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ 175 വിൽപ്പന കേന്ദ്രങ്ങളാണ് ബിവറേജസ് കോർപ്പറേഷനുള്ളത്. ഇതിൽ 90 വിൽപ്പനശാലകൾ ഇനിയും തുറക്കാനുണ്ട്. വിൽപ്പനശാലകൾ മാറ്റിസ്ഥാപിക്കുന്നതിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. ഈ രീതിയിൽ വിൽപ്പന കുറഞ്ഞാൽ ഭാവിയിൽ 5000 കോടി രൂപയുടെ നഷ്ടമെങ്കിലും ഉണ്ടാകുമെന്നും ബിവറേജസ് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള കൊച്ചി മെട്രോയുടെ ട്രയൽ റൺ ആരംഭിച്ചു. ആലുവ മുതൽ പാലാരിവട്ടം വരെയുള്ള 13 കിലോമീറ്റർ ദൂരപരിധിയിലാണ് പൂർണ്ണ സജ്ജീകരണങ്ങളോടെയുള്ള പരീക്ഷണ ഓട്ടം നടത്തുന്നത്. രാവിലെ 7 മണിയോടെയാണ് 4 ട്രെയിനുകൾ ഉപയോഗിച്ചുള്ള ട്രയൽ സർവീസ് ആരംഭിച്ചത്. 136 സീറ്റുകളാണ് ഓരോ ട്രെയിനിലുമുള്ളത്. യാത്രക്കാരില്ലെങ്കിലും 11 സ്റ്റേഷനുകളിലും നിർത്തി സമയക്രമം പാലിച്ചാണ് പരീക്ഷണയോട്ടം. അനൗൺസ്മെന്റിനൊപ്പം ട്രെയിനിനകത്തെ ഡിസ്പ്ലേകളിൽ ഓരോ സ്റ്റേഷനുകളുടെയും പേരുകൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. ആലുവ മുതൽ പാലാരിവട്ടം വരെ 13 കിലോമീറ്ററാണ് ദൂരം. ഈ ദൂരം ഓടിയെത്താൻ 20 മിനിറ്റ് മതി. മണിക്കൂറിൽ 34 കിലോമീറ്ററാണ് ശരാശരി വേഗം. വേഗം, സിഗ്നലുകൾ, ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനം തുടങ്ങിയവയെല്ലാം പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഓട്ടത്തിൽ പരിശോധിക്കുന്നുണ്ട്. രാത്രി 9:30 വരെ തുടരുന്ന ട്രയൽ റണ്ണിൽ 142 സർവീസുകളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഉദ്ഘാടന ദിവസം വരെ ട്രയൽ സർവീസ് നടത്താനാണ് KMRLന്റെ തീരുമാനം. കേന്ദ്ര മെട്രോ റെയിൽ സുരക്ഷാ കമ്മീഷണർ KA മനോഹറിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘം 3 ദിവസത്തെ വിശദമായ പരിശോധനകൾക്ക് ശേഷമായിരുന്നു കൊച്ചി മെട്രോയ്ക്ക് സർവീസ് നടത്താൻ അനുമതി നൽകിയത്. ഉദ്ഘാടനം ഈ മാസം അവസാനമോ ജൂൺ ആദ്യമോ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ദൂരം ഉദ്ഘാടന സർവീസ് നടത്തുന്ന രാജ്യത്തെ ആദ്യത്തെ മെട്രോ എന്ന ഖ്യാതിയും കൊച്ചി മെട്രോയ്ക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ സൈനിക ഉദ്യോഗസ്ഥൻ വെടിയേറ്റ് മരിച്ച നിലയിൽ കുൽഗാം സ്വദേശി ലഫ്റ്റനന്റ് കേണൽ ഉമർ ഫയാസാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസമാണ് ഉമർ ഫയാസിനെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത്. ഒരു കല്യാണ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴാണ് ഫയാസിനെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഫയാസ് സേനയിൽ ചേർന്നത്. കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കർണൻ ചെന്നൈ വിട്ടതായി സൂചന. ആന്ധ്രയിലെ കാളഹസ്തിയിൽ എത്തിയതായും സൂചന. ചെന്നൈയിൽ കർണൻ ഇല്ലെന്ന് പോലീസിന്റെ സ്ഥിരീകരണം. കർണനെ കോടതിയെ ലക്ഷ്യ കേസിൽ സുപ്രീംകോടതി 6 മാസത്തേക്ക് ശിക്ഷിച്ചിരുന്നു. കർണനെ ഉടൻ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനായിരുന്നു ഇന്ത്യൻ ജുഡീഷ്യൽ ചരിത്രത്തിലെ അത്യപൂർവ ഉത്തരവ്. ഒരു സിറ്റിംഗ് ജഡ്ജിയെ കോടതിയെ ലക്ഷ്യ കേസിൽ ശിക്ഷിക്കുന്നതും അറസ്റ്റ് ചെയ്ത് തടവിലാക്കുന്നതും രാജ്യത്ത് ആദ്യമായാണ്. സംസ്ഥാനത്ത് നാണ്യവിളകളുടെ വിലത്തകർച്ച മൂലം കാർഷിക മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി ചർച്ച ചെയ്യണമെന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. കേന്ദ്ര സർക്കാരുകൾ സ്വീകരിക്കുന്ന കാർഷിക വിരുദ്ധ നയങ്ങളാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ഇത് മറികടക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെന്നും കൃഷിമന്ത്രി നിയമസഭയെ അറിയിച്ചു. അതേസമയം സർക്കാർ മെല്ലപ്പോക്ക് നയമാണ് സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു.
റബ്ബർ, കുരുമുളക്, ഏലം, കാപ്പിക്കുരു തുടങ്ങിയവയ്ക്ക് വലിയ വിലത്തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് കാർഷിക മേഖലയിൽ വൻതോതിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. വിലയിടിവ് കർഷകരുടെ പ്രതീക്ഷയെ തകർത്തിരിക്കുന്നു എന്നിങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് സണ്ണി ജോസഫാണ് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് നോട്ടീസ് നൽകിയത്. കർഷകരുടെ പ്രശ്നത്തിൽ ഗവൺമെന്റ് ഉറക്കം തൂങ്ങുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ മുൻ UPA സർക്കാർ സ്വീകരിച്ചതും നിലവിലെ BJP സർക്കാർ എടുക്കുന്നതുമായ കർഷക വിരുദ്ധ നയങ്ങളാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ഇത് മറികടക്കാൻ വേണ്ട പ്രവർത്തനങ്ങളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോവുകയാണെന്നും കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ വ്യക്തമാക്കി. റബ്ബർ കർഷകർക്ക് നൽകാനുള്ള സബ്സിഡി തുക ഇനത്തിൽ ഇൻസെന്റീവായി 748 കോടി രൂപ ഈ സർക്കാർ നൽകി. ഇനി ക്ലെയിമായി നൽകാനുള്ളത് വെറും 6 കോടി രൂപ മാത്രമാണെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് പ്രതിപക്ഷം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം UPA സർക്കാർ ചെയ്ത കർഷകദ്രോഹ നടപടികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രതിപക്ഷം മൗനം പാലിക്കുകയായിരുന്നു. നിങ്ങളാണ് അതുണ്ടാക്കിയപ്പോഴാണ് ഇതിലൊക്കെ വിലത്തകർച്ച ഉണ്ടാക്കിയത്. അന്ന് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷ പാർട്ടികളും ഇതിനെതിരെ നിലപാട് സ്വീകരിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞ എന്താ? ആശയം കരാർ ഉണ്ടാകട്ടെ, കൃഷിക്കാർക്ക് ഒരുപാട് അവസരം ഉണ്ടാവുകയാണ് സാർ. എവിടെ അവസരം? റബ്ബർ കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്ന പ്രതിപക്ഷവാദത്തെ കണക്കുകൾ നിരത്തിയാണ് മന്ത്രി ഖണ്ഡിച്ചത്. മന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചു. സർക്കാർ ഉണർന്നു പ്രവർത്തിക്കണമെന്ന് തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. വിഷയം ചർച്ച ചെയ്യാത്ത നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിയമസഭയിൽ നിന്ന് സുനിൽ അരിമാനൂർ. മഹാരാജാസ് കോളേജിൽ നിന്നും ആയുധങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ്. PT തോമസും ഹൈബീഡനുമാണ് നോട്ടീസ് നൽകിയത്. FIR-ലെ വിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ്. ആയുധം കണ്ടെത്തിയതിൽ മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് പോലീസ് അന്വേഷണത്തെ പോലും സ്വാധീനിക്കുന്നതാണെന്നും പ്രതിപക്ഷം അവകാശ ലംഘന നോട്ടീസിൽ ആരോപിച്ചു. അതേസമയം പ്രതിപക്ഷം സഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാരോപിച്ച് M. സ്വരാജ് ക്രമപ്രശ്നം ഉന്നയിച്ചു. മഹാരാജാസിൽ നിന്നും വടിവാളും ബോംബും കണ്ടെത്തിയെന്ന അടിയന്തര പ്രമേയ നോട്ടീസിലെ ആരോപണം പച്ചക്കള്ളമാണെന്ന് സ്വരാജ് പറഞ്ഞു. അതീവ പ്രാധാന്യമുള്ള ജൈവവൈവിധ്യ മേഖലയാണ് മൂന്നാറിലേതെന്ന് പാർലമെന്ററി കാര്യ സമിതി അധ്യക്ഷ രേണുക ചൌധരി. മൂന്നാറിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സന്ദർശിച്ച സമിതി നിലവിലെ പ്രശ്നങ്ങളെക്കുറിച്ച് വിവിധ സംഘടനകളുമായി ചർച്ച നടത്തി. രാവിലെ ഇരവികുളം അടക്കമുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ച സമിതി 11 മണിയോടെ യോഗം ചേർന്നു. വിവിധ വകുപ്പുകളിൽ നിന്നും വിശദമായ റിപ്പോർട്ട് തേടിയതിനൊപ്പം പരിസ്ഥിതി പ്രവർത്തകരുമായി ചർച്ച നടത്തി. മൂന്നാറിലെ പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനെത്തിയ പാർലമെന്ററി കാര്യ സമിതി സന്ദർശനം പൂർത്തിയാക്കി. പരിസ്ഥിതി വിഷയവുമായി ബന്ധപ്പെട്ട സമിതിയുടെ റിപ്പോർട്ട് 3 മാസത്തിനുള്ളിൽ പാർലമെന്റിൽ സമർപ്പിക്കും. മഹാകവി അക്കിത്തത്തിന് പത്മശ്രീ പുരസ്കാരം സമ്മാനിച്ചു. പാലക്കാട് കുമരനല്ലൂരെ വസതിയിലെത്തിയാണ് ജില്ലാ കളക്ടർ P. മേരിക്കുട്ടി പുരസ്കാരം കൈമാറിയത്. ശാരീരിക അവശതയെ തുടർന്ന് ഡൽഹിയിൽ നടന്ന പുരസ്കാര ദാന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനാലാണ് പുരസ്കാരം വീട്ടിലെത്തി കൈമാറിയത്. വൈകിയാണെങ്കിലും പത്മശ്രീ ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നായിരുന്നു അക്കിത്തത്തിന്റെ പ്രതികരണം. കേരള തമിഴ് സംസ്കാരത്തിന്റെ ഗ്രാമതനിമ വിളിച്ചോതി മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്രപൗർണമി ഉത്സവം. 10,000-ങ്ങളാണ് കണ്ണകി ദേവി ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. ഇരുഭാഷയിലെ മന്ത്രോച്ചാരണവും ആചാരങ്ങളും കൊണ്ട് വ്യത്യസ്തമാണ് ഉത്സവം. ചിത്രപൗർണമി നാളിൽ മാത്രം ദർശനം അനുവദിക്കുന്ന ചരിത്രപ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രം ദർശിക്കാൻ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമായി 10,000-ങ്ങളാണ് ഒഴുകിയെത്തിയത്. കുമളി ദേവി ക്ഷേത്രത്തിൽ നിന്നുമെത്തിയ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടത്തിയ പൊങ്കാല വഴിപാടോടെ ഉത്സവം ആരംഭിച്ചു. രാവിലെ 6 മണി മുതൽ പ്രവേശനം അനുവദിച്ചു. സ്വകാര്യ വാഹനങ്ങളിലും ടാക്സി വാഹനങ്ങളിലുമായി ഭക്തർ മംഗളാദേവി ക്ഷേത്രത്തിലെത്തി. ചുട്ടുപൊള്ളുന്ന വെയിലിനെ വകവയ്ക്കാതെ കാൽനടയായും ആയിരങ്ങൾ എത്തിച്ചേർന്നു. കുമളി, കൊക്കര തമിഴ്നാട് അതിർത്തി പ്രദേശമായ ബ്രാണ്ടിപ്പാറ എന്നിവിടങ്ങളിലൂടെ ഭക്തർ ക്ഷേത്രത്തിലെത്തി. പ്രധാന ക്ഷേത്രത്തിൽ തമിഴ്നാട്ടിൽ നിന്നെത്തിയ പൂജാരിയും മറ്റ് ഉപദേവതകളിൽ കേരളത്തിലെ പൂജാരിമാരുമാണ് വഴിപാട് നടത്തിയത്. ടാക്സി വാഹനങ്ങളുടെ കുറവ് ക്ഷേത്ര ദർശനത്തിനെത്തിയ പലർക്കും പോകാൻ സാധിക്കാതെ വന്നു. രാവിലെ മുതൽ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ പാസ് നൽകിയ ടാക്സി വാഹനങ്ങളിൽ ക്യൂ അടിസ്ഥാനത്തിൽ ഭക്തരെ കയറ്റിവിടുകയായിരുന്നു. 16 കിലോമീറ്റർ വനത്തിലൂടെയുള്ള യാത്രയിൽ ഓരോ പോയിന്റുകളിലും കുടിവെള്ള സംവിധാനം വനം വകുപ്പ് ഏർപ്പെടുത്തിയിരുന്നു. ആരോഗ്യവകുപ്പ്, റവന്യൂ, പോലീസ് കൂടാതെ തമിഴ്നാടിന്റെ വിവിധ വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മലപ്പുറം തിരൂരങ്ങാടി വെഞ്ചാരിക്കോപ്പ് വരണ്ടുണങ്ങിയതാണ് പ്രദേശത്തെ കുടിവെള്ളക്ഷാമം കടുപ്പിച്ചത്. 1/4 നൂറ്റാണ്ടിനിടെ ആദ്യമായാണ് വെഞ്ചാരിക്കോപ്പ് ഉണങ്ങുന്നത്. മുമ്പെങ്ങുമില്ലാത്ത വരൾച്ച മലപ്പുറത്തുമുണ്ടായി.
പ്രധാന ജലസ്രോതസ്സുകളായ കടലുണ്ടിപ്പുഴയും ഭാരതപ്പുഴയും നേരത്തെ വറ്റി. കടലുണ്ടിപ്പുഴയിൽ നിന്ന് വെള്ളമെത്തിയിരുന്ന തിരൂരങ്ങാടിയിലെ വെഞ്ചാരിക്കാപ്പ് വറ്റിയതാണ് ഈ പ്രദേശത്ത് കുടിവെള്ളം മുട്ടിച്ചത്. 1/4 നൂറ്റാണ്ടിനിടെ ആദ്യമായാണ് വെഞ്ചാരിക്കാപ്പ് വറ്റുന്നത്. തിരുവങ്ങാടി വെഞ്ചാരിയിലേക്ക് കടലുണ്ടിപ്പുഴ വഴിയാണ് വെള്ളം വരുന്നത്. ഈ പ്രാവശ്യം അവിടെ കീരനല്ലൂർ ന്യൂക്കെട്ടിൻ്റെ ആ ഭാഗത്ത് പാറയിൽ നിന്ന സ്ഥലത്ത് അവിടെ താൽക്കാലിക തടയണ നിർമ്മിച്ചു. അവിടെ ശരിയായൊരു തടയണ നിർമ്മിച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് വെള്ളം ഉണ്ടാവും. ഇപ്പോൾ ഇവിടുത്തെ വെള്ളം, ഈ കാപ്പിലെ വെള്ളം എന്ന് പറഞ്ഞാൽ കാപ്പിലെ വെള്ളം ഫുള്ള് ഒഴുകി പോവാം കടലുണ്ടിപ്പുഴ വഴി കടലിലേക്ക്. അത് കാരണം ഈ പ്രാവശ്യം കർഷകർക്കെല്ലാം ബുദ്ധിമുട്ടായി. വേനൽക്കാലത്ത് തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി നന്നമ്പ്ര, ചുള്ളിപ്പാറ, വെന്നിയൂർ, തെയ്യാല, ചെറുമുക്ക് ഭാഗങ്ങളിലെ പ്രധാന ആശ്രയമായിരുന്നു ഇത്. അശാസ്ത്രീയമായ തടയണ നിർമ്മാണമാണ് വെഞ്ചാരിക്കാപ്പ് ഉണക്കിക്കളഞ്ഞതെന്ന ആക്ഷേപവും നാട്ടുകാർക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്കായി സൗജന്യ ഇംഗ്ലീഷ് ക്ലാസുകൾ നൽകുന്നു. NCDC ചെയർമാൻ ബാബ അലക്സാണ്ടറാണ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത്. ക്ലാസുകളോടനുബന്ധിച്ച് സാമൂഹിക രംഗത്ത് പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ച വ്യക്തികൾക്ക് പുരസ്കാരവും നൽകും. കോഴിക്കോട് നടക്കുന്ന പരിശീലന പരിപാടി ഈ മാസം 14-നാണ് അവസാനിക്കുക.